സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സെൻട്രൽ ലോജിയയിൽ നിന്ന് വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലയോ 14 മാർപ്പാപ്പ റോം നഗരത്തെയും ലോകത്തെയും അഭിസംബോധന ചെയ്ത വാക്കുകളിലേക്ക്, നിങ്ങൾക്ക് സമാധാനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ അജഗണത്തിന് വേണ്ടി ജീവൻ നൽകിയ നല്ല ഇടയനായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ആദ്യ ആശംസ ഇതായിരുന്നു. സമാധാനത്തിന്റെ ഈ ആശംസ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കാനും എവിടെയായിരുന്നാലും എല്ലാ ആളുകളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഭൂമി മുഴുവനിലേക്കും എത്തിച്ചേരാനും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം. ഇത് വിനീതവും നിലനിൽക്കുന്നതുമായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സമാധാനമാണ്. അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പരിധികളോ വ്യവസ്ഥകളോ ഇല്ലാതെ നമ്മയെല്ലാം സ്നേഹിക്കുന്ന ദൈവം ഈസ്റ്റർ പ്രഭാതത്തിൽ റോമിനെയും ലോകത്തെയും അനുഗ്രഹിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്ഷീണിതവും എന്നാൽ ധീരവുമായ ശബ്ദം നമ്മുടെ കാതുകളിൽ സൂക്ഷിക്കാം. അതേ അനുഗ്രഹം തുടരാൻ എന്നെ അനുവദിക്കുക. ദൈവം നമ്മയെല്ലാം സ്നേഹിക്കുന്നു. തിന്മ വിജയിക്കില്ല. ദൈവത്തോടും അന്യോന്യവും കരങ്ങൾ കോർത്ത് പരസ്പര ഐക്യത്തോടെ നിർഭയം നാം മുന്നേറും. നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. ക്രിസ്തു നമ്മുടെ മുൻപേ പോകുന്നു. ലോകത്തിന് അവിടുത്തെ വെളിച്ചം ആവശ്യമാണ്. ദൈവത്തിലേക്കും അവിടുത്തെ സ്നേഹത്തിലേക്കും എത്തിച്ചേരാൻ ഒരു പാലം പോലെ മനുഷ്യവർഗത്തിന് ക്രിസ്തുവിനെ ആവശ്യമാണ്. സംഭാഷണത്തിലൂടെയും കണ്ടുമുട്ടലിലൂടെയും പാലങ്ങൾ പണിത് നാം എല്ലാവരും എപ്പോഴും സമാധാനത്തിൽ ഒരു ജനതയായിരിക്കാൻ അവൻ നമ്മെ സഹായിക്കുന്നു. നന്ദി ഫ്രാൻസിസ് പാപ്പ. പത്രോസിന്റെ പിൻഗാമിയാകാനും സമാധാനവും നീതിയും തേടുന്ന ഐക്യപ്പെട്ട സഭയായി ഭയമില്ലാതെ യേശുക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നിർഭയം സുവിശേഷം പ്രസംഗിക്കുന്ന മിഷണറിമാരായി നിങ്ങളോടൊപ്പം ചരിക്കാനും എന്നെ തിരഞ്ഞെടുത്ത എന്റെ കർദിനാൾ സഹോദരന്മാർക്ക് നന്ദി. ഞാൻ വിശുദ്ധ അഗസ്തീനോസിന്റെ മകനായ അഗസ്തീനിയനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളോടൊപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ബിഷപ്പാണ്. ഇതുപോലെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ സ്വദേശത്തേക്ക് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നടക്കാം. റോമിലെ സഭയ്ക്ക് ഒരു പ്രത്യേക ആശംസ. ഒരു മിഷണറി സഭയാകാൻ നാം ഒന്നിച്ച് പരിശ്രമിക്കണം. പാലങ്ങൾ പണിയണം. സംഭാഷണം നടത്തണം. എല്ലാവരെയും തുറന്ന കൈകളോടെ സ്വീകരിക്കണം. എല്ലാവർക്കുമായി തുറന്നിരിക്കുന്ന ഈ ചത്വരം പോലെ നമ്മുടെ ഉദാരത, സാന്നിധ്യം, സംഭാഷണം, സ്നേഹം എന്നിവ ആവശ്യമുള്ള എല്ലാവർക്കുമായി നാം തുറന്നിരിക്കണം. എല്ലാവർക്കും, പ്രത്യേകിച്ച് പെറുവിലെ എന്റെ ചിക്ലായോ രൂപതയിലെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ബിഷപ്പിനെ അനുഗമിക്കുകയും ബിഷപ്പിനെ സഹായിക്കുകയും ചെയ്യുന്ന വിശ്വസ്തരായ ആളുകളാണ് അവർ. ഇറ്റലിയിലെയും റോമിലെയും ലോകമെമ്പാടുമുള്ള സഹോദരി സഹോദരന്മാരെ, നാം ഒരു സിനഡൽ സഭയാകണം. ക്ലേശിക്കുന്നവർക്ക് സമാധാനം, ഉദാരത, സാമീപ്യം എന്നിവ പ്രദാനം ചെയ്യുന്ന സിനഡൽ സഭ. ഇന്ന് പോംപെയിലെ മാതാവിനോടുള്ള വണക്ക ദിവസമാണ്. നമ്മുടെ അമ്മയായ മറിയം എപ്പോഴും നമ്മോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മോട് അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവളുടെ മധ്യസ്ഥതയിലും സ്നേഹത്തിലും അവൾ എപ്പോഴും നമ്മെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഈ ദൗത്യത്തിനും മുഴുവൻ സഭയ്ക്കും ലോകത്തിലെ സമാധാനത്തിനും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ അമ്മയായ മറിയത്തിൽ നിന്ന് ഈ പ്രത്യേക കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലിയാണ് ലയോ 14 പാപ്പയുടെ ആദ്യ പൊതുസന്ദേശം അവസാനിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.